കുംഭമേളയിൽ എത്ര പേർ മരിച്ചു? BBC റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് 82 പേരെങ്കിലും കുംഭമേളയിൽ മരിച്ചിട്ടുണ്ടെന്നാണ്. BBC നമുക്കറിയാവുന്നതുപോലെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസ്യതയുള്ള വാർത്താ മാധ്യമങ്ങളിൽ ഒന്നാണ്. കാര്യം അവർ പരസ്യം സ്വീകരിച്ചോ മറ്റുമല്ല ചെയ്യുന്നത്, ഗവൺമെന്റിന്റെ അടക്കം സപ്പോർട്ടോടുകൂടി വർക്ക് ചെയ്യുന്നതാണ്. BBC ആണ് മാധ്യമരംഗത്തെ ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്നറിയപ്പെടുന്നത്. ഹിന്ദു അടക്കമുള്ള പത്രങ്ങളിലെ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് 37 പേരാണ് മരിച്ചത് എന്ന് പറഞ്ഞിരുന്നെങ്കിലും BBC കണ്ടെത്തുന്നത് 82ഓളം, അതിന്റെ ഇരട്ടിയിലധികം ആൾക്കാർ മരിച്ചു എന്നാണ്. BBCയുടെ ന്യൂസ് ഹിന്ദിയാണ് ഇത് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. 82 പേർ 4 വ്യത്യസ്ത ഇൻസിഡൻസ് ഓഫ് സ്റ്റാമ്പീഡിൽ കുംഭമേളയിൽ മരിച്ചുവെന്നും ജനുവരി 29 മരിച്ചുവെന്നും സ്റ്റേറ്റ് ഗവൺമെന്റ് അത് 37 എന്ന കണക്ക് മാത്രമേ വെളിയിൽ പറഞ്ഞില്ലെന്നും ആണ് പറയുന്നത്. ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് 26 വിക്ടിംസ് 26 മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപയുടെ ബണ്ടിൽസ് ഉത്തർപ്രദേശ് ഗവൺമെന്റ് ഒഫീഷ്യൽസ് കൊടുത്തു എന്നും അവരുടെ പേരുകൾ മരിച്ചവരുടെ കൂട്ടത്തിൽ കണക്ക് കൂട്ടിയിട്ടില്ലെന്നുമാണ്. 37 മരിച്ചു എന്നറിയപ്പെടുന്ന ഒഫീഷ്യലി ഡിക്ലെയർഡ് ഡെഡ് അവർക്ക് 25 ലക്ഷം രൂപ ചെക്കിൽ നിന്നോ ബാങ്ക് അക്കൗണ്ടിൽ നിന്നോ കൊടുത്തു എന്നാണ്. വ്യത്യസ്ത ഫാമിലീസ് BBCയുടെ അന്വേഷണ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് they were made to sign on papers. അവർ ചില പേപ്പറുകളിൽ ഒപ്പിടിപ്പിച്ചു. അവരുടെ കുടുംബാംഗങ്ങൾ പെട്ടെന്നുള്ള ആരോഗ്യം നശിച്ചത് കാരണം മരിച്ചു എന്ന കാര്യത്തിൽ ഒപ്പിടിപ്പിച്ചു എന്നും അവർ തങ്ങൾക്ക് കിട്ടിയ ക്യാഷ് ബണ്ടിലുകളുടെ ഫോട്ടോകൾ BBCക്ക് കാണിച്ചു എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ചില എഴുത്തുകൾ ഉത്തർപ്രദേശ് ഗവൺമെന്റ് ഒഫീഷ്യൽസ് അവരെ കൊണ്ട് എഴുതിപ്പിച്ചു. BBC 19 അങ്ങനത്തെ ഫാമിലീസിനെ കാണുകയുണ്ടായി. വേറെ കോമ്പൻസേഷൻ നൽകിയിട്ടേ ഇല്ല. 19 ഫാമിലീസ് who has not been paid any compensation. അങ്ങനെയാണ് BBC കണക്കിലെത്തുന്നത്. ഏകദേശം 19 പേർക്ക് അങ്ങനെ കോമ്പൻസേഷൻ നൽകിയിട്ടില്ല. 37 പേർക്ക് 25 ലക്ഷം രൂപ നൽകി. 26 പേർ യഥാർത്ഥത്തിൽ 5 ലക്ഷം രൂപ കൊടുത്ത് അവരെ ഒരു സൈഡിലേക്ക് ഒതുക്കി തുടങ്ങിയ കാര്യങ്ങളാണ്. ഉത്തർപ്രദേശ് ഗവൺമെന്റ് ഒഫീഷ്യലി 37 വിക്ടിംസിന്റെ പേര് മാത്രമാണ് നൽകിയിട്ടുള്ളത്. ആ റിപ്പോർട്ടിൽ KN വാസുദേവാചാര്യ, ഒരു റിട്ടയർഡ് സ്കൂൾ പ്രിൻസിപ്പളും RSSന്റെ മുതിർന്ന ഐഡിയോലോഗ് ആയിരുന്ന KN ഗോവിന്ദാചാര്യയുടെ യങ് ബ്രദറും ഇതിൽ മരിച്ച കാര്യമൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ റിപ്പോർട്ട് പറയുന്നത് അദ്ദേഹത്തിന്റെ മൃതശരീരം ആദ്യം അൺക്ലെയിംഡ് ആയിട്ടാണ് വെച്ചിരുന്നത്. പിന്നീടാണ് വാരണസിയിലേക്ക് കൊണ്ടുവന്നതും ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു ഒഫീഷ്യൽ ഇടപെട്ടാണ് ഇത് ചെയ്തതെന്നൊക്കെയാണ്. ഈ റിപ്പോർട്ടിനെ കുറിച്ച് പ്രതിപക്ഷ വ്യക്തികൾ, പ്രത്യേകിച്ച് സമാജ്വാദി പാർട്ടിയുടെ അഖിലേഷ് യാദവ് ആണ് ആദ്യം കാര്യം ഉന്നയിച്ചത്. ആ റിപ്പോർട്ടിനെ കുറിച്ച് അദ്ദേഹം റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തി കാര്യങ്ങൾ ഉന്നയിച്ചിരുന്നു. അപ്പൊ ഇത്തരം കാര്യങ്ങൾ വളരെ പ്രാധാന്യം അർഹിക്കുന്ന രീതിയിൽ തന്നെ എടുത്തിട്ടുണ്ട്. രാഹുൽ ഗാന്ധി വളരെ ശക്തമായി ഈ വിഷയം ഉയർത്തുകയും ഉത്തർപ്രദേശ് ഗവൺമെന്റ് കള്ളം പറഞ്ഞു എന്നും ഉത്തർപ്രദേശ് ഗവൺമെന്റ് വിവരങ്ങൾ ജനങ്ങളിൽ നിന്ന് സപ്രസ് ചെയ്തു വെച്ചു എന്നും മഹാകുംഭിന്റെ ഡെത്ത് ടോൾ മറച്ചു വെച്ചു എന്നും രാഹുൽ ഗാന്ധി സൂചിപ്പിക്കുകയുണ്ടായി. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. കാര്യം ഗവൺമെന്റ് BBC റിപ്പോർട്ട് പറയുന്നത് ശരിയാണെങ്കിൽ ഗവൺമെന്റ് ഒരിക്കലും നമ്മളോട് കള്ളം പറയരുത്. കള്ളം പറയുന്ന ഗവൺമെന്റിനെ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. അപ്പോൾ ഗവൺമെന്റ് ആ അർത്ഥത്തിൽ കള്ളം പറഞ്ഞു തുടങ്ങിയ കാര്യങ്ങളാണ് വരുന്നത്. വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. കുംഭമേള വളരെ പവിത്രമാണ്, വളരെ സേക്രഡാണ്. കുംഭമേളയിൽ അങ്ങനെ ആൾക്കാർ കൂടുതൽ മരിച്ചെങ്കിൽ അതറിയാനുള്ള ഒരു അവകാശം ജനങ്ങൾക്കുണ്ട്. ഉത്തർപ്രദേശ് സർക്കാരോ യോഗി ആദിത്യനാഥോ അതിനെക്കുറിച്ച് കള്ളം പറഞ്ഞെങ്കിൽ വളരെ ദൗർഭാഗ്യകരമാണ് എന്ന് മാത്രമാണ് പറയാൻ കഴിയുക. എന്തായാലും മരിച്ച എല്ലാവർക്കും പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. ഒരു കാരണവശാലും സംസ്ഥാന സർക്കാരുകൾ, അത് ഏതാണെങ്കിലും, ഇടതാണെങ്കിലും വലതാണെങ്കിലും കോൺഗ്രസ് BJP കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും, ഗവൺമെന്റ് കള്ളം പറഞ്ഞു തുടങ്ങിയാൽ പിന്നീട് ജനങ്ങൾക്ക് അത് രക്ഷയില്ലാതാകും എന്നൊരു തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാകട്ടെ. ജയം.